ഒരു ബാലന്റെ കഥയാണ്. അപ്പൊ വൃദ്ധനും ബാലനും, ഈ വൃദ്ധനും ബാലനും തമ്മിൽ ബൈബിളിലെ കഥയ്ക്കകത്തൊരു റിലേഷൻ ഉണ്ട്. ഇവര് അപ്പനും മകനുമാണ്. ഈ അപ്പനും മകനും ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താണെന്നറിയോ? ഈ അപ്പന് 100 വയസ്സ് മുകളിലായപ്പോഴാണ് ഈ കുഞ്ഞാര മോനെ കിട്ടിയത്. പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അറിയാവുന്നവര് വാ പൊത്തിക്കോണം, അപ്പൊ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായി. ഈ മോനെ കിട്ടിയപ്പോ അപ്പന് ഭയങ്കര സന്തോഷമായി. ഇവന്റെ പേരിപ്പം പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവനൊരു പേര് വിളിക്കാണ്, മോനെ എന്ന്. മോനെ, അയ്യോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇന്ന് പുറത്ത് പോയിട്ട് വരുവാ, നിനക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുതരാം കേട്ടോ. ബൈബിളിൽ അവൻ എന്ത് ഈ അപ്പൻ കൊടുത്തുവെന്നില്ല. പക്ഷെ ഈ അപ്പനും മകനും ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ അപ്പൻ ആ മകനെ സന്തോഷിപ്പാനായിട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മോനെ, ഇങ്ങോട്ട് വന്നേ, നിനക്ക് ബലൂൺ മേടിച്ചോണ്ട് വന്നു. ഏതൊക്കെ കളറാ അത്? കറുപ്പ്, ചുമല, മഞ്ഞ, ഏതൊക്കെയാ പറ? ഇത് ഓറഞ്ച്, പച്ച, റോസ്. ഓക്കെ. കാരണം എന്താ? അപ്പന് അവര് പറഞ്ഞോളും. ഓക്കെ. അത് കഴിഞ്ഞ് ഈ അപ്പൻ മകനെ ഒത്തിരി സ്നേഹിച്ചു. മോനെ, ഞാൻ പോയിട്ട് വരാം, ഇനി നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നീ പോയിരുന്നു, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഈ അപ്പൻ ബൈബിളിൽ ബലൂൺ മേടിച്ചു കൊടുത്തൊന്നുമില്ല. പക്ഷെ അവർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആ അപ്പൻ മകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൊടുക്കുമായിരുന്നു. മോനേട്ടാ, നീ നോക്കിക്കേ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. എനിക്ക് ഞാൻ പൊളിച്ചാണ്. നീ ഇതൊക്കെ ഞാൻ എന്തിനാ നിനക്ക് മേടിച്ചിരുന്നേന്ന് അറിയാവോ? എന്തിനാ? നീ എന്റെ ഏക മകനാ. ആരാ? ഏക മകൻ. അത്ര ഇഷ്ടമാണോ നിനക്ക്? എത്ര ഇഷ്ടമാ? ആയി തീരുമ്പോ നീ മാറരുത്. നീ എന്റെ എങ്ങനത്തെ മോനാ? നീ എന്റെ ഒറ്റ മോനാണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും. മുട്ടായൊക്കെ ഇഷ്ടമായില്ലേ നിനക്ക്? നീ പപ്പേനെ നിനക്ക് എത്രമാത്രം ഈ കൈവച്ച ആക്ഷൻ ഒന്ന് കാണിച്ചു, എത്രത്തോളം ഇഷ്ടമാണ്? എനിക്ക് വയ്യ, മതി മതി. അപ്പോ ഇതാണ് ഈ അപ്പനും മകനും തമ്മിലുള്ള സ്നേഹം. ഇനി ഞാൻ ഈ കഥയിൽ ഇപ്പോൾ മുട്ടായി കൊടുത്ത കാര്യമോ ബലൂൺ കൊടുത്ത കാര്യമോ ബൈബിളിൽ ഇല്ല. പക്ഷേ പ്രായം ചെന്ന ഒരു അപ്പന് തന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു മകനെ കുറിച്ച് ബൈബിളിലുണ്ട്. ആ അപ്പന്റെയും മകന്റെയും പേരാണ്, അപ്പന്റെ പേരാണ്, മകന്റെ പേരാണ്. വെരി ഗുഡ്. ഇനി ഞാൻ ബൈബിളിലോട്ട് വരികയാണ്. ഈ അപ്പനും മോനും വളരെ സ്നേഹമായിരുന്നു. ഇതിനേക്കാൾ ഇപ്പൊ ഞങ്ങൾ കാണിച്ചതിനേക്കാൾ സ്നേഹം. കാരണം അവൻ വാർദ്ധക്യത്തിൽ ഉണ്ടായ മകനാണ്. ഒരു ദിവസം ഈ അപ്പന് ഒരു ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ യാഗമർപ്പിക്കും. അപ്പന്റെ ഹൃദയം തകരും. ആ മോന്റെ മുഖത്തേക്ക് നോക്കും. അയ്യോ, എങ്ങനെ ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നത്, പക്ഷെ ഞാൻ എങ്ങനെ അവനെ യാഗം കഴിക്കാൻ പോകുന്നത്? പക്ഷെ അവനെ കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് പോവുകയാണ്. യാഗം കഴിക്കാനായിട്ട് പോകുന്ന ആ കൂട്ടത്തിൽ ഈ മകനെ കൊണ്ടുപോകുന്ന രംഗം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം നമ്മൾ ചില ബൈബിളിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ കൺമുന്നിൽ കാണണം, എങ്കിൽ മാത്രമേ അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ അപ്പനും മകനും കൂടെ പോവുകയാണ്. ഈ അപ്പനും മകനും കൂടെ ദൈവം കാണിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. 3 ദിവസം അവർ യാത്ര ചെയ്തു. ഓക്കെ, ഞങ്ങൾ നടക്കാൻ പോവാണ്. 3 ദിവസം അവർ ഒരുമിച്ചാണ് നടന്നത്. വഴിയിലുള്ള സംഭാഷണമൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയുന്നതായിരിക്കും. ആ പ്രത്യേകമായ സ്ഥലത്ത് ചെന്നു. അവിടെ ഈ മോനെ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്, അവരിടയ്ക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവിടെ ചെന്നതിന് ശേഷം കൈ
എന്ന് ബൈബിളിലുണ്ട്. അവന്റെ കൈകൾ കെട്ടിയിട്ട് അവനെ യാഗപീഠത്തിന്മേൽ കിടത്തി. എന്നിട്ട് ഈ അപ്പൻ എന്തായിരിക്കും ചെയ്യാൻ പോയത്? ഇനിയും ശ്രദ്ധിച്ചോണം. അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സംഭവിച്ചില്ല, സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. അതിനുള്ള കാര്യം ഞാൻ ഈ മോനോട് ചോദിക്കും പിന്നീട്. അപ്പൻ ഈ കത്തിയുമായിട്ട് അവൻ യാഗം അർപ്പിക്കുവാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കത്തിയുമായിട്ട് അപ്പൻ മോനെ അറുക്കാനായിട്ടാണ് പോകുന്നത്. ഒരപ്പനും തൻ്റെ മോനെ അറുത്ത് കൊല്ലുകയല്ല. പക്ഷെ അപ്പൻ ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെന്നറിയാമോ? അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പൻ കത്തിരായിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് വിചാരിച്ചു നോക്കുക,